നമസ്കാരം സുഹൃത്തുക്കളെ. സോനം വാങ്ചുക് എന്നാണ് ഇയാളുടെ പേര്. അയാളിപ്പോൾ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിരാഹാരത്തിനിടയ്ക്കും ജ്യൂസും ഒക്കെ കുടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, അയാളുടെ കൂടി ചങ്ക് തകരുന്ന, കാഴ്ചക്കാരുടെ കൂടി ചങ്ക് തകരുന്ന ചില കാഴ്ചകൾ കൂടി അവിടെ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ നിരാഹാരം കിടക്കുമ്പോൾ, പട്ടിണി കിടക്കുമ്പോൾ, അയാളുടെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നേക്കാൾ വലിയ ദ്രോഹം അയാളോട് ചെയ്യാനില്ല. അതാണ് അവിടെ ചെയ്യുന്നത്. അയാൾ അവിടെ പട്ടിണി കിടക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് പട്ടിണി നടക്കുന്നത്? അയാളുമായിട്ട് ബന്ധപ്പെട്ട സംഘടന പോലുമല്ല ഈ CJP എന്ന പാർട്ടി, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാർട്ടി. അയാൾ ഉണ്ടാക്കിയ പാർട്ടി പോലുമല്ല ഇത്. ഇവിടുത്തെ സർക്കാരിനെതിരെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോനം വാങ്ചുക് ഇതിനകത്ത് വന്ന് ചേർന്ന് അവർക്ക് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുകയാണ്. കാരണം ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞാൽ CJPയുടെ നേതാവിന് വിയർപ്പിൻ്റെ അസുഖമുള്ളവനാണ്, പിന്നെ വിശപ്പിൻ്റെ അസുഖമുള്ളവനാണ്. അതുകൊണ്ട് അവൻ പട്ടിണിയൊന്നും കിടക്കത്തില്ല. വേറൊരുത്തൻ പട്ടിണി കിടക്കുകയാണ്. പക്ഷേ പട്ടിണി കിടക്കുന്നവൻ്റെ മുന്നിൽ നിന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുകയാണ്. എന്തൊരു ദ്രോഹമാണ് ഇവർ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കിയത്. ഇനി ഈ CJPയുടെ ഈ സമരം ന്യായമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ അവർ പോലും ഇപ്പോൾ മാറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ സോനം വാങ്ചുക്കിനെ പോലുള്ളവരാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ മാസങ്ങൾക്ക് മുമ്പ് ലഡാക്കിലെ ജെൻസി പിള്ളേരെയൊക്കെ തെരുവിലിറക്കിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ, നമ്മുടെ സൈന്യത്തിനെതിരെ അവർ വലിയ കലാപത്തിന് ശ്രമിച്ചു. അന്നത്തെ വെടിവെപ്പിൽ കുറച്ച് പേര് കൊല്ലപ്പെട്ടു. പിന്നീട് ഈ സോനം വാങ്ചുക് എന്ന വ്യക്തിയെ തൂക്കിയെടുത്ത് അകത്തിട്ട് ജാമ്യം പോലും ഇല്ലാതെ മാസങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ നിലവിൽ തന്നെ അയാൾ രാജ്യവിരുദ്ധരുടെ ചട്ടുകമാണ് എന്ന് ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ വ്യക്തിയാണ് ഇവിടെ CJPക്ക് വേണ്ടിയിട്ട് പോയി നിരാഹാരം കിടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ CJPയുടെ ആവശ്യം ന്യായമാണെങ്കിൽ കൂടിയും ജനങ്ങൾ അതിന് മുഖം തിരിക്കും. ഇവിടെ ഈ ഇന്ത്യയിൽ നടക്കുന്ന പല സമരങ്ങളും ചിലതൊക്കെ ശരിക്കും ന്യായമായിട്ടുള്ള സമരമാണെന്നേ, പക്ഷേ അതിന് ജനങ്ങൾ വിലവെക്കാത്തതിന് കാരണം ഇതുപോലുള്ള രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകൾ അതിൽ നുഴഞ്ഞു കയറുന്നു. അവർ പിന്നെ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്താൽ പോലും ഇവരാരും തിരിഞ്ഞു നോക്കത്തില്ല, ആയിക്കോട്ടെ എന്ന് വെക്കും. അതായത് ശരിക്കും ഒരു ന്യായമായിട്ടുള്ള സമരം പോലും പൊളിയാൻ ഇത്തരക്കാർ കാരണമാവുന്നു. യഥാർത്ഥത്തിൽ അതിനകത്ത് നമ്മളൊക്കെ മനസ്സുകൊണ്ടെങ്കിലും അവർ പറയുന്നത് ന്യായമാണല്ലോ, നമുക്കൂടി വേണ്ടിയാണല്ലോ എന്നൊക്കെ തോന്നിച്ചാൽ പോലും അതിനെ കൂടി തുളച്ചെടുക്കാനേ ഇതുപോലുള്ള ഈ സോനം വാങ്ചുക്കിനെ പോലുള്ളവരുടെ ഇടപെടൽ സാധ്യമാവും. അതുകൊണ്ടാണ് അയാൾ ഇത്രയും ദിവസമായിട്ടും പട്ടിണി കിടന്നിട്ടും ഒരു മനുഷ്യർ പോലും അവിടോട്ട് തിരിഞ്ഞു നോക്കാതെ, സർക്കാർ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അവരവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്ത് അത്ര തന്നെ. പക്ഷേ അവൻ ചാവാനൊന്നും പോകുന്നില്ല. ഈ പണ്ട് നമ്മളൊരു മലയാള സിനിമയെ കണ്ട പോലെ ഈ ബാറ്ററിയുടെ ടോർച്ച് ഉണ്ടല്ലോ, ആ ടോർച്ചിനകത്ത് ഏത്തപ്പഴം കയറ്റിയിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ എടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ അത്തരം അഭ്യാസങ്ങൾ അവിടെ നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് ചിലതൊക്കെ ക്യാമറ കണ്ണി കിട്ടുന്നുണ്ട്. നിരാഹാരം കിടക്കുന്ന ജ്യൂസ് കുടിക്കുന്നതായിട്ടുള്ള കാഴ്ച കാണുന്നുണ്ട്. അപ്പം ആഹാരം കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ, ജ്യൂസായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചാവില്ല എന്ന് ഉറപ്പായി. പിന്നെ നിരാഹാരം എന്നൊരു പേരിനാണ് ഇതെല്ലാം സഹിക്കുക. നിരാഹാരം കിടക്കുന്നതിൻ്റെ മുന്നിൽ നിന്നിട്ട് പാറ്റകൾ ഭക്ഷണവും കൂടെ കഴിക്കുക എന്ന് പറയുമ്പോൾ അയാളെ ഒരുമാതിരി അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? ഒന്നുമില്ലല്ലോ, അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് കിടക്കുന്നത് എന്നെങ്കിലും ഇവന്മാർ വിചാരിക്കട്ടെ. ഇടീ പാറ്റകളെ, ഇത് 2026 ഇവിടെ ഇത്തരം അഭ്യാസങ്ങളൊന്നും ചിലവാകില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ശരിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ നിങ്ങൾ വെറും 10 പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ 10 പേരെ വെച്ച് വളരെ മാന്യമായ രീതിയിൽ സമരമോ നിരാഹാരമോ നടത്തണമായിരുന്നു. അതിലേക്ക് രാജ്യവിരുദ്ധതയുടെ പേരിൽ ജയിലിൽ കിടന്ന ഒരുത്തൻ ജാമ്യത്തിലിറങ്ങി പുറത്തു വന്നിട്ട് അവനെ കൂട്ടുപിടിച്ച് ചെയ്തപ്പോൾ മുതൽ ആ സമരത്തിൻ്റെ സകല ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. നിങ്ങൾ വെറും വട്ടപൂജ്യമായിട്ട് മാറി. ഇത് എന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അന്ന് ഈ പ്രവർത്തനം അവസാനിപ്പിക്കുക, പിരിഞ്ഞു പോവുക. കൂടുതലൊന്നും പറയാനില്ല.